ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. മലാക്കി പ്രവാചക പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഞാൻ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കണമേ. മകൻ അപ്പനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. നമ്മുടെ കർത്താവ് അഥവാ യഹോവയാം ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മലാഖിയിലെ ദൈവത്തിൻ്റെ ആദ്യത്തെ ചോദ്യം. ദൈവം ഇസ്രായേൽ ജനത്തോട് ചോദിക്കുകയാണ്. ഇവിടെ ചോദ്യം പുരോഹിതന്മാരോടാണ്. ദൈവം അവരോട് ചോദിക്കുന്നു, മകൻ അപ്പനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? വളരെ സിമ്പിളായ നിലകളിൽ ലളിതമായ വിധത്തിൽ ദൈവം പുരോഹിതന്മാരോട് ചോദിക്കുന്നൊരു ചോദ്യം, എന്നാൽ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ചോദ്യമാണത്. ഏത് അപ്പനും തൻ്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്ന, ഏത് യജമാനനും തൻ്റെ ദാസന്മാരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അവർ എന്നെ ബഹുമാനിക്കണം, എന്നെ സ്നേഹിക്കണം, അല്ലെങ്കിൽ എന്നെ ഭയപ്പെടണം. ഇവിടെ ദൈവം ചോദിക്കുന്നത് എന്നോടുള്ള ബഹുമാനം എവിടെ? എന്നോടുള്ള ഭക്തി എവിടെ എന്നാണ്. അപ്പൻ മകനോട് ചോദിച്ചു മേടിക്കേണ്ടുന്ന ഒരു കാര്യമല്ല വാസ്തവത്തിൽ ഇത്. നീ എന്താടാ എന്നെ ബഹുമാനിക്കാത്തത് എന്നൊരപ്പൻ മകനോട് ചോദിച്ചിട്ടല്ല ബഹുമാനം ലഭിക്കേണ്ടത്. അങ്ങനെ ചോദിക്കുന്ന അപ്പന്മാരും വളരെ കുറവാണ്. എന്നാൽ മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് വേണ്ടുന്നതും. അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഭയപ്പെടുകയും ചെയ്യണം. എന്നാൽ ദൈവം ഇവിടെ ഇസ്രായേലിനോട് അത് ചോദിക്കുന്നുവെങ്കിൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ള ബഹുമാനം, ദൈവത്തോടുള്ള ഭക്തി ഒട്ടും തന്നെ ഇല്ലാതെ പോയി എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ഇത് കേവലം ഇസ്രായേൽ ജനത്തോടല്ല ചോദിക്കുന്നത്, പുരോഹിതന്മാരോടാണ് ആ ചോദ്യം. ഇസ്രായേലിലെ ശ്രേഷ്ഠ പദവിയിലിരിക്കുന്ന പുരോഹിതന്മാരോടാണ് ദൈവം ചോദിക്കുന്നത്. പുരോഹിതന്മാരെ കുറിച്ച് അവിടെ വായിക്കുന്നത് അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാർ. അവർക്കൊരു വിശേഷണം കൂടി അവിടെ കൊടുത്തിരിക്കുകയാണ്. ഈ പുരോഹിതന്മാർ എങ്ങനെയുള്ളവരാണെന്നാണ്. ദൈവത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരാണ്. എന്താ തുച്ഛീകരിക്കുക എന്ന് പറഞ്ഞാൽ? തള്ളിക്കളയുക, നിസാരവൽക്കരിക്കുക. ആരെയാ? ഇവരെ ഈ സ്ഥാനത്താക്കി വെച്ച ഇവരുടെ ഉടയവനെ, ഇവരുടെ പിതാവിനെ, ഇവരുടെ യജമാനനെ. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ അപ്പനെങ്കിൽ, ഞാൻ യജമാനനെങ്കിൽ. ഇവർക്കൊരു പിതാവായിട്ട് യഹോവയാം ദൈവം ഇരിക്കുന്നു. അവർക്കൊരു യജമാനനായിട്ട് യഹോവയാം ദൈവം ഇരിക്കുന്നു. പക്ഷേ
ഇസ്രായേലിലെ പുരോഹിതന്മാരെ കുറിച്ച് വായിക്കുന്നത് ഈ ഉടയവനെ, യജമാനനെ, ഈ പിതാവിനെ അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവർ പുരോഹിതന്മാരല്ലയോ? ആണ്. അവിടെ ബലിയും കാര്യങ്ങളും നടക്കുന്നില്ലയോ? ഉണ്ട്. ഇവരവിടെ ശുശ്രൂഷിക്കുന്നില്ലയോ? അതും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരിൽ എന്തില്ല? ദൈവഭയമില്ല, ദൈവഭക്തിയില്ല, ദൈവസ്നേഹമില്ല. എങ്ങനെ അപ്പൻ ചോദിക്കാതിരിക്കും? അപ്പനായിട്ട് അപ്പൻ വീട്ടിലിരിക്കുമ്പോൾ അപ്പന് കൊടുക്കേണ്ട ബഹുമാനവും സ്നേഹവും ആദരവും ഭയവും ഭക്തിയും കിട്ടാതെ വരുമ്പോൾ അപ്പൻ്റെ ഉള്ളിൽ നിന്ന് വേദനയോടെ പുറത്തേക്ക് വരുന്നൊരു ശബ്ദമാണ്, ഹേ മകനെ, ഹേ മകളെ, ഞാൻ അപ്പനെങ്കിൽ, ഞാൻ നിന്റെ യജമാനനെങ്കിൽ എന്നോടുള്ള ബഹുമാനവും ഭക്തിയും എവിടെ? അങ്ങനെ ഒരപ്പൻ മക്കളോട് ചോദിച്ചെങ്കിൽ, പ്രിയമുള്ളവരെ, ആ മക്കൾ എത്ര ദുഷ്ടന്മാരായിരുന്നിരിക്കണം! ആ മക്കൾ എത്ര അപ്പനിൽ നിന്ന് അകന്ന് മാറിയായിരിക്കണം! ആ അപ്പനെ ഈ മക്കൾ യാതൊരു വിലയും നിലയും കൽപ്പിക്കാതെ മക്കൾ അവരുടെ ഇഷ്ടത്തിന് അങ്ങ് ജീവിച്ചു പോകുന്ന ഒരു അനുഭവമല്ലേ അവിടെ കാണുന്നത്? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇവരിവിടെ അപ്പനെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പന് കൊടുക്കേണ്ടുന്ന ബഹുമാനവും അപ്പനോടുള്ള ഭക്തിയും നഷ്ടപ്പെട്ട് ഈ അപ്പൻ്റെ ഭവനത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ആളുകളെ ആണ് ഈ പുരോഹിതന്മാരെന്നാണ്. അവരോടാണ് ദൈവത്തിൻ്റെ ചോദ്യം. അവരങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ജനത്തിൻ്റെ അവസ്ഥ എത്ര ഭയങ്കരമായിരിക്കും! ദൈവവേല ചെയ്യേണ്ടുന്ന ദൈവദാസന്മാർ ഇങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ഭക്തജനങ്ങളുടെ അവസ്ഥ, വിശ്വാസികളുടെ അവസ്ഥ എത്ര ഭയങ്കരമായിരിക്കും! വളരെ ഭയപ്പാടോടുകൂടി ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണിത്. എന്നെ രക്ഷിച്ച, എന്നെ വീണ്ടെടുത്ത എൻ്റെ സ്വർഗീയ പിതാവ്, കർത്താവായ യഹോവ എൻ്റെ പിതാവാണ്, എൻ്റെ അപ്പനാണ്. അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് അടുത്ത് ചെല്ലുവാനുള്ള എല്ലാ സൗഭാഗ്യവും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ, ആ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പുത്രത്വത്തിൻ്റെ അധികാരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ പിതാവാണ്. ആ പിതാവിനോടുള്ള എൻ്റെയും താങ്കളുടെയും ബഹുമാനം എവിടെ? അവൻ നമ്മുടെ ഉടയവനാണ്, അവൻ നമ്മുടെ യജമാനനാണ്, നാം അവൻ്റെ ദാസന്മാർ. അങ്ങനെയെങ്കിൽ യജമാനനോടുള്ള ഭക്തി എവിടെ? ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയൊരു കൂട്ടരാണ്. ഇവിടെ ചോദിക്കുന്നത് പുരോഹിതന്മാരോടാണ്. നാം രാജകീയ പുരോഹിത വർഗമല്ലയോ? പത്രോസിന്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് ആ കാര്യം രേഖപ്പെടുത്തി തന്നിരിക്കുകയല്ലയോ? രാജകീയ പുരോഹിത വർഗമായി ദൈവം എന്നെയും താങ്കളെയും ഗണിച്ചിരിക്കുന്നു. ദൈവം നമ്മെ ആ നിലകളിൽ വിളിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ഇന്ന് ദൈവം ചോദിക്കുന്നത് എന്നോടും താങ്കളോടുമാ. എന്താ ചോദിക്കുന്നത്? എൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്താ ദൈവം ചോദിക്കുന്നത്? എന്നോടും താങ്കളോടും ദൈവം ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? നിനക്ക് എന്നോടുള്ള ബഹുമാനം എവിടെ? നിനക്ക് എന്നോടുള്ള ഭക്തി എവിടെ? എല്ലാം നഷ്ടപ്പെട്ടു പോയ നാളുകളിൽ
ദൈവഭയം നഷ്ടപ്പെട്ടിരിക്കുന്നു, ദൈവത്തോടുള്ള ഭക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. മന്ദിരങ്ങളിൽ വരുന്നുണ്ട്, ആരാധനാലയങ്ങളിൽ വരുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ട്, എല്ലാം കഴിഞ്ഞ് ധൃതി പിടിച്ച് മടങ്ങിപ്പോകുന്നുണ്ട്. എന്തിനു വന്നെന്നോ, എന്താണ് ചെയ്തതെന്നോ, എന്താണ് അവിടെ നടന്നെന്നോ പോലും ശ്രദ്ധിക്കാതെ വന്നു പോകുന്ന എത്രയോ ആളുകൾ, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കടന്നു പോകുന്ന ആളുകൾ ദൈവഭയമില്ലാത്തവരായി മാറിയില്ലേ? ഞായറാഴ്ച എന്നൊരു ദിവസം എങ്ങനെയും 2 മണിക്കൂർ വന്ന് ഇരുന്നിട്ട് പോകണമെന്ന വിചാരത്തിൽ വന്ന് ഇരുന്നിട്ട് പോകുന്നവരല്ലേ നല്ലൊരു പങ്കും. അതിൽ ശുശ്രൂഷിക്കുന്നവരും സഭയിൽ വന്നു പോകുന്ന വിശ്വാസികളും സ്ഥലം സഭയിലെ മൂപ്പന്മാരും ശുശ്രൂഷകന്മാരും സുവിശേഷകന്മാരും വിശ്വാസികളും എല്ലാം ഈ ഗണത്തിൽപ്പെടുന്നവരാ. അതുകൊണ്ട് ദൈവം ഇന്ന് എന്നോടും താങ്കളോടും ചോദിക്കുന്നു, എന്നോടുള്ള ബഹുമാനവും എന്നോടുള്ള ഭക്തിയും എവിടെ? ഈ ചോദ്യം താങ്കളുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് അതവിടെയൊന്ന് ക്രിയ ചെയ്തിരുന്നെങ്കിൽ, ഒന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരു മാനസാന്തരത്തിൻ്റെ ദിവസമായി ഇന്ന് തീരുമായിരുന്നു. ദൈവം അതിനിട നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിൽ നിർത്തുന്നു. കർത്താവിൻ്റെ പുണ്യനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.